ഓക്കെ പോവാം. ചായ കുടിച്ചിട്ട് പോവാമേ. 5 മിനിറ്റ്. അപ്പോൾ ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 159 ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 12 ജനുവരി 2026. ഓക്കെ. അപ്പോൾ മണി ഇപ്പം എപ്പോഴും പോലെ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 6:15 ആയിട്ടുണ്ട്. നീ വന്നതിനിടയ്ക്ക് നീ ഇപ്പം എല്ലാ സൊമാറ്റോ വ്ളോഗിലുണ്ടല്ലേ. 4 മണിക്ക് വർക്ക് ചെയ്യാൻ പോണ്. ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് 100 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. 4 ഓർഡർ 100 രൂപ, 7 ഓർഡർ ഇൻസെൻറ്റീവ് കാണിച്ചില്ല. നോക്കട്ടെ. ശരി, അത് വിഷയമില്ല. നമുക്ക് എന്തായാലും 1 ഓർഡർ ഇറങ്ങണം. ഒരു 500 രൂപ കൈ വരണം. അത്രയാണ് മെയിൻ വിഷയം അല്ലേ വിഷുട്ടി? വിഷുട്ടി എന്തൊക്കെ വേണം വരുമ്പോൾ? 2 കപ്പലിൻ്റെ മുട്ടായി, ഒരു നാരങ്ങ മുട്ടായി. കഴിക്കോ? ഇവിടെ ഒന്ന് പറ. ഓക്കെ, വാങ്ങിച്ചിട്ടാമേ. ഓക്കെ ശരി. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മളൊരു കൂട്ടുകാരൻ രാകേഷ്, പുള്ളി പുതിയതായിട്ടൊരു ആൽബം ചെയ്തിട്ടുണ്ട്. അയ്യപ്പൻ സോങ്ങിൻ്റെ ആൽബമാണ്. പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ. പാട്ട് പാടി കൊടൈക്കനാലിൽ രാകേഷ് എന്ന കൂട്ടുകാരൻ നമ്മുടെ കൊടൈക്കനാലിൽ വ്ളോഗ് ഉണ്ടായിരുന്നു. ഫാമിലിയായിട്ട് പോയില്ലേ നമ്മൾ വെക്കേഷന്? ആ സമയത്തൊക്കെ ഈ രാകേഷ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, വ്ളോഗ് കണ്ടാൽ അറിയായിരിക്കും. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ആൽബം സോങ് ആണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ കൂട്ടുകാരൻ ചെയ്ത അയ്യപ്പ സോങ്ങിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആകുമ്പോൾ കണ്ടു നോക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പുള്ളിയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുള്ളിയുടെ പുതിയ ചാനലാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അധികം ഫോളോവേഴ്സ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഒന്ന് കൊടുത്താൽ കൊള്ളായിരുന്നു. ഓക്കെ, അത്ര തന്നെ. ഇപ്പോൾ ചായ കുടിച്ചിട്ട് പോവാം. ഓർഡർ അടിച്ച് ഫാസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് ലാമിയ ഫുഡ് പാലസിൽ. ആക്സെപ്റ്റ്. പോവാം. നിൽക്കാൻ പറ്റില്ല, നിന്ന് കഴിഞ്ഞാൽ പണിയാവും. പണ്ടത്തെ പോലെ 1 മിനിറ്റ് ലേറ്റായി കഴിഞ്ഞാൽ ഉടനെ കോൾ വരും. താങ്കൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. താങ്കൾ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഇൻസെന്റീവിൽ ബാധിക്കും എന്ന് പറഞ്ഞോണ്ട്. എന്തൊക്കെ ഒരു 1 മിനിറ്റ് ലേറ്റ് ആയിരുന്നു പ്രശ്നം അല്ലേ? ഇത് ചായയാണ്, സർബത്ത് പോലെ കുടിച്ച്, വേറെ വഴിയില്ല. പോ സമയം. അപ്പോൾ ഡയലോഗ് പറഞ്ഞില്ല. അപ്പോൾ ജീവിതത്തിൽ ഇല്ല, ഞാൻ പറഞ്ഞു നീ പറഞ്ഞ പഴയ ഡയലോഗ് പറയാം. ഒന്നുമില്ല ബാക്കിയത്. ചായ കുടിച്ചില്ല, കാരണം ഒന്നുമില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റി അടിക്കുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അല്ലേ പേജി? ഓക്കെ ബൈ, സീ യു. പോയിട്ട് രാമേ, ചേട്ടാ. ഇനിയെങ്കിലും വ്ളോഗ് ചെയ്യുമ്പോൾ ക്യാമറ മുമ്പ് വരുന്നില്ല, ബാക്കി പോയി നിൽക്കില്ല കേട്ടാ. നീ വേണ്ട, നീ സ്കൂളിൽ പോയിട്ട് വന്നാലേ, പോയി ഹോംവർക്ക് ഇപ്പോൾ നമ്മളെ വേറെ വൈകില്ല ജോലിക്ക് പോകണം. പോയിട്ട് രാമേ. പേഴ്സ് എടുത്ത്, ഫോൺ എടുത്ത്, ഹെഡ്ഫോൺ എടുത്ത്, കുടിക്കാനുള്ള വെള്ളം. പോയിട്ട് ബൈ, സീ യു. ചേട്ടാ. ഓക്കെ, പോന്നാ. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് പുറത്തിറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്ന സ്ഥലം പൂജപ്പുര ലാമി റെസ്റ്റോറൻറ്റ്. 1 കിലോമീറ്റർ നമ്മൾ ദൂരമുണ്ട്. ഓക്കെ, ഇന്നത്തെ കാലാവസ്ഥ പറഞ്ഞത് നല്ല വെയിലായിരുന്നു ഉച്ച കംപ്ലീറ്റ് ആയിട്ട്. രാത്രിയാകുമ്പോൾ കുറച്ച് മഞ്ഞുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഇന്ന് കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ പോയ കറണ്ട് വൈകിട്ടാണ് വന്നത്. 5-6 മണിയായി. ചൂട് കൊണ്ട് വേർത്ത് പോയി. ഒപ്പോ ഫോണും ചാർജ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പവർ ബാങ്ക് കൊണ്ട് പിടിച്ച് ഇങ്ങനെയൊക്കെയോ. കുറച്ച് സ്പീഡിൽ പോകണം സുധീഷേ, ഇല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ ക്യാൻസൽ ആവും, നമ്മളെ സ്ഥലം അവസ്ഥ. ഇൻസെൻറ്റീവ് കട്ടായി പോകും. എങ്കേ മണക്കുത് സന്തനോ, എങ്കേ മണക്കുത് അയ്യപ്പ സ്വാമി ശരണ സന്തനോ, എങ്കേ മണക്കുത് സ്വാമി അയ്യപ്പ ശരണമയ്യപ്പ. തുടങ്ങിയ ബ്ലോക്ക് സൂപ്പർ. അങ്ങനെ തന്നെ കട്ട ബ്ലോക്ക് ആവണം. ഇവിടെ നിൽക്കണം, വണ്ടി ജാം ആവണം, 1 ഇഞ്ച് അനങ്ങാൻ പാടില്ല. ആ ലെവൽ ബ്ലോക്ക് ആവണം. ഒരു ദിവസം അങ്ങനെ ബ്ലോക്കായി കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പെട്ടെന്ന് പോട്ട് എനിക്ക് വാട്ടർ ഇപ്പോൾ ക്യാൻസൽ ആവണം. പെട്ടെന്ന് പോയി. ആഹാ, നിങ്ങൾ ഈ വലിയ വണ്ടിയും കൂടെ ഒന്ന് എങ്ങനെ പോകാൻ പറ്റും? ഒരാൾക്ക് ഒരു കാർ നോക്ക്. ഓക്കെ, ലാമി എത്തിയിട്ടുണ്ട്. ഓർഡർ ക്യാൻസൽ ആയാൽ അറിഞ്ഞൂടാ. ചിലപ്പം ടൈം ആയിക്കഴിഞ്ഞാൽ വേറെ ആൾ കസൈനാവും നമ്മളെ ഓർഡർ. ദയവേ ഒന്നും ആവല്ലേ. എവിടെ റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല. ഇതിനാണ് എത്രയും കിടന്ന് എന്നെ വെപ്രളപ്പെടുത്തിയത്. ടിപ്പുണ്ട് 25 രൂപ. താങ്ക്സ്. ഇത് റെഡിയായ 7684 പനീർ ബട്ടർ മസാല ഗോബി മഞ്ചൂരിയൻ പിക്ഡ്. സ്വാമി അയ്യപ്പ ശരണമയ്യപ്പ മണക്കുത് വണ്ടിയുടെ ബാക്കിൽ വണ്ടി നോക്കിയിട്ട് വണ്ടിയിട്. ഇറ്റ് ഈസ് എ ഡേഞ്ചർ പ്ലേസ് ഓഫ് ദിസ് പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുന്നപ്പുഴ. ഇവിടെ കാരണം 3.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ 6:30 മണിയായി. ഇപ്പോൾ നമുക്ക് കുന്നപ്പുഴ ഇതുവഴി പോകാം. മുടവമുള വഴി പോകണോ നേരെ തിരുമല പോയിട്ട് വേണോ? ഇങ്ങനെ പോകാം അല്ലേ? മുടവമുള വഴി പോകാം. ഇവിടെ ആകുമ്പോൾ ഒത്തിരി ബ്ലോക്ക് കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓഹോ, ഇവിടെ ബ്ലോക്കാ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുടവൻമേൾ വഴി പോകണമെങ്കിൽ 3.4 കിലോമീറ്റർ ആണ്. തിരുമല വഴി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3.9 കിലോമീറ്റർ ദൂരമുണ്ട്. 500 മീറ്റർ ദൂരം കൂടുതലാണ്. പക്ഷേ അതാണ് സ്ട്രൈറ്റാണ് പോയാൽ മതി. ഇവിടെ ആകുമ്പോൾ കുറച്ച് വളവും തിരിവും കയറ്റം ഇറക്കൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതുവഴി പോകാം. നമ്മൾ ഇതുവഴി പോയി കുറേ ദിവസമായി പോയിട്ട്. ഇതാണ് മുടവൻമേൾ ഡീസൻ ജംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ആരെങ്കിലും നമ്മൾ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞേക്കാം. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങണം അല്ലേ? തീരെ ഇരുട്ടി കഴിഞ്ഞാൽ ബോറായിപ്പോൾ. ഇപ്പോൾ കുറച്ച് വെളിച്ചം കാണിച്ചിട്ട് ഇരുട്ടിയാൽ ഒരു രസമായിരിക്കും. അത് ഫ്ലാറ്റ് ഉണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ. എൻ്റെ അമ്മ എന്ത് ഹൈറ്റ് അല്ലേ സത്യം പറഞ്ഞാൽ. അവിടെ നിന്ന് നോക്കണം വ്യൂ പോയിന്റ് വേറെ ലെവൽ കേട്ടോ. ഞാൻ ഒരിക്കൽ കസ്റ്റമർ ഫുഡ് എടുക്കാൻ പോയിരുന്നു. ഞാൻ ഫുഡ് എടുക്കാൻ പോകുന്ന നേരത്തെ ഇതുപോലെയൊക്കെ ഫ്ലാറ്റ് മോളിൽ നോക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോഴേ മൊത്തം ലാൻഡ്സ്കേപ്പ് വേറെ ലെവലായിരിക്കണം. അതൊരു എന്ത് പറയാം, വലിയൊരു ഹിൽ സ്റ്റേഷനിൽ പോയി കാണുന്ന പോലേക്കും ആ ലെവലായിരിക്കും. പിന്നെ ഭൂകമ്പം വരുമ്പോഴാണ് പ്രശ്നമല്ലേ, ഇറങ്ങി ഓടാൻ സമയം കിട്ടൂല.
ദിശ വാ വെച്ചോണ്ട് ചുമ്മാ ഇങ്ങനെ പറയാൻ പാടില്ലല്ലേ. ഓക്കെ, വി ഹാവ് ആൾമോസ്റ്റ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെ എവിടെയാണ് പറഞ്ഞത് ദിശ? 28. ഇത് തുറക്കാൻ 1 മണിക്കൂർ ആവില്ല, അതല്ലേ വിഷയം. ഓക്കെ, ഡൺ. മണ്ണെണ്ണ കൊണ്ടൂറല്ലറ. സത്യം പറഞ്ഞ ചില സമയത്ത് സ്വഭാവം കാണുമ്പോഴേ ഒട്ടും പക്വതയില്ലാതെ പോലെ കേട്ടോ. 10-35 വയസ്സായി, ഇപ്പോഴും 2K കിഡ്സ് പോലെ നിൽക്കുന്നത്. ഇങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ ഫണ്ണ് വേണ്ട എൻ്റെ ജീവിതത്തിൽ. തീരെ ബോറായി പോകും അങ്കിളായി കഴിഞ്ഞാൽ. ഇപ്പോഴും ഫണ്ണായിരിക്കണം. ഇപ്പോഴും നമ്മൾ ഭയങ്കര ചിരിച്ച് നല്ല സംസാരിച്ച് കഴിഞ്ഞാലേ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഹൗസ് നമ്പർ കറക്റ്റ് നോക്കി ചോദിച്ചേ. സൊമാറ്റോ ആണേ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ ഡെലിവേർഡ് പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടി ഓർഡർ പേയ്മെൻറ്റ് 64 രൂപ 59 പൈസ. അപ്പോൾ നേരെ എങ്ങോട്ട് പോകാം? നേരെ പോയാൽ പൂജപ്പുര, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുമല പോകണം. എങ്ങോട്ട് പോകാം? സൂപ്പർ. അങ്ങോട്ട് നോക്കുന്നില്ല, മേഘം ചുവന്ന് കളറിക്കുന്നു. സൂര്യൻ അസ്തമിക്കുന്ന സമയമായി. അപ്പോൾ അടുത്ത ഓർഡർ അടിക്കുമ്പോഴേ നമുക്ക് നേരെ പൂജപ്പുര പോയിക്കൊണ്ടിരിക്കാം. കമോൺ ക്വിക്ക്. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. തറവാട്ടിൽ തനിമ റെസ്റ്റോറൻറ്റ്. അക്സെപ്റ്റ്. അടുത്തിനെ പൂജപ്പുര. വാ, ബാക്കിൽ വണ്ടി നമുക്ക് എത്ര നേരം വണ്ടി ഇല്ലായിരുന്നു. ഞാൻ വളയ്ക്കുന്ന നേരത്തെ എത്ര വണ്ടി വരാനുണ്ട്. അതാണ് ഈ പിടിക്കാത്തത്. എല്ലാം തീരോ ഈ ജന്മത്തല്ലോ. ഇങ്ങനെ പോകണം. നേരെ പോയിട്ട് റൈറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ പയ്യെ കൊണ്ട് കയറുക. അപ്പോഴും കൊണ്ട് കയറ്റി വയ്ക്കണം മരക്ക. അതൊന്നും വിഷയമില്ലാതെ കൊണ്ട് പയ്യെ വളച്ച് അത്രേ ഉള്ളൂ. എൻ്റെ അങ്ങോ റീച്ച് ലൊക്കേഷൻ റെഡിയായാ? റെഡിയാ. വാ, 7592 തന്നെ. കേരള പൊറോട്ട, ബീഫ് റോസ്റ്റ് വിത്ത് 3 പൊറോട്ട കോംബോ ഓഫറാ. പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. 8ാമത്തെ ഓർഡർ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൊറ്റയിൽ. ഇവിടെ നിന്ന് കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. അയ്യോ, ആട്ടോണം കയറി ഒന്നാണ്ട് എപ്പോൾ അടിച്ചേനെ. എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, അങ്ങേരെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെന്ന് പറയാം. പക്ഷെ അങ്ങനെ കുറച്ച് സ്ലോ ചെയ്യായിരുന്നു. ഇത്ര സ്പീഡ് കയറണ്ടായിരുന്നു, ഡേഞ്ചറാണ്. കഴിഞ്ഞ ഏതൊരു വ്ളോഗിൽ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരു കാര്യം പറഞ്ഞായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ വൃത്തിയില്ല, നിലവിൽ ഹൈജീനിക് ആയിട്ട് പെരുമാറില്ലെന്ന് പറഞ്ഞുകൊണ്ട് വ്ളോഗ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് നല്ല കമൻസാണ് പറഞ്ഞത്. 1-2 കമൻസ് നമ്മളെ പറ്റി കുറ്റം പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഇതിനെ പറ്റി പറയും? നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വല്ല ഹെൽത്തിൽ പോയി പറയും. ഇവിടെ അല്ല പറയേണ്ടത്. പിന്നെ അതുമില്ലാതെ അവരെയൊക്കെ തൊഴിലില്ലാതാകാൻ പാടില്ല. നിങ്ങൾ ജീവിക്കണം, മറ്റുള്ള ജീവിക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാവുള്ളൂ. അതായത് ഈ റെസ്റ്റോറൻറ്റുകാർക്കൊന്നും അറിഞ്ഞൂടെ ഒരു കാര്യം, ഒരു ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എല്ലാം പറഞ്ഞു കൊടുക്കണോ? കമൻറ്റ് ബോക്സ് എങ്ങനെയാണ് പറഞ്ഞത്? നിങ്ങൾ പോയി പറയാത്തത് അവരുടെ അടുത്ത് പോയി നല്ലപോലെ വൃത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞാലും അമ്മമാർക്ക് ബുദ്ധി വരുള്ളൂ വൃത്തി ഉണ്ടാക്കണം എന്നുള്ളത്. അമ്മമാർ തോന്നൂലേ? എത്ര റെസ്റ്റോറൻറ്റ് പൂട്ടുന്ന ഒരു ദിവസം അമ്മമാർക്ക് അതൊന്നും അറിഞ്ഞൂടെ അതിനെ പറ്റിയൊന്നും. നല്ലപോലെ വൃത്തിയായിട്ട് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ ബോധം പോലും ഇല്ലെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്താൻ പാടില്ല. ഞാൻ നോക്കണം അതല്ല, അത് കേക്കാണ്, മനസ്സിലായ? ബാക്കിയുള്ള ഐറ്റം കൈവച്ചാൽ കുഴപ്പമില്ല. കേക്കിലൊന്നും അധികം കൈവയ്ക്കാൻ പാടില്ല. അതും വെറും കൈ, ഗ്ലൗസ് പോലും ഇട്ടില്ല. കയ്യിൽ നഖംപാര വളർത്തിക്കണം അമ്മമാർ. പിന്നെ ആ കേക്കിൽ ഒഴിക്കേണ്ട സിറപ്പ് ഉണ്ടല്ലോ, ആ സിറപ്പ് കൈ കൊണ്ട് തന്നെ കേക്കിൽ തടവിടുകയാണ്. ഇപ്പോൾ ഒരു ഇറച്ചിയിലേക്ക് മസാല തടവുകയാണെങ്കിൽ വെറും കൈ ഉപയോഗിക്കും, കുഴപ്പമില്ല. കാരണം അത് വേവിക്കുമ്പോൾ അതിൻ്റെ ബാക്ടീരിയ കംപ്ലീറ്റ് ഇല്ലാതാവുകയാണ്. ഇവിടെ അങ്ങനെയല്ല. ആ കേക്ക് നിങ്ങൾ അങ്ങനെ കൊടുക്കുകയാണ് പാക്ക് ചെയ്ത്. അപ്പോൾ അത് കംപ്ലീറ്റ് അൺഹൈജീനിക് ആവുകയല്ലേ? അപ്പോൾ ഇതൊക്കെ ഞാൻ അവരുടെ പറയാൻ പോയി അവരെന്ന് പറയും, ഓക്കെ ബ്രോ ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. പിന്നെ അവർ പഴയ പോലെ പെരുമാറുള്ളൂ. അപ്പോൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ മാത്രമേ അവരൊക്കെ അത് മാറ്റി പിടിക്കുകയുള്ളൂ. ഇവിടെ എത്ര റെസ്റ്റോറൻറ്റ് പല പ്രാവശ്യം പൊട്ടിയിട്ടുണ്ട്, പല പ്രാവശ്യം വാണിംഗ് കൊടുത്തിട്ടുണ്ട്, പല പ്രാവശ്യം ഹെൽത്തിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ആ റെസ്റ്റോറൻറ്റ് പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടത്തൊക്കെ പോയി ഓരോ പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. ഇവർക്ക് ചെയ്തു കൊടുക്കണം, മനസ്സിലായ? ഫുഡ് കഴിക്കുന്ന ആരാണ്? നിങ്ങളെ ബന്ധുക്കൾ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ തന്നെ. അതുകൊണ്ട് നമ്മളൊക്കെ ആൾക്കാർ നല്ലപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫുഡ് കഴിക്കണം. അപ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ നല്ല ഹൈജീനിക്കായ സ്ഥലത്ത് നിന്നാണ് വരേണ്ടത്. സത്യം പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവന്മാർക്കൊന്ന് ബുദ്ധി എന്താണ് മനസ്സിലാവുള്ളത്. അതായത് അവർക്ക് മനുഷ്യർക്ക് എന്ത് നടന്നാലും കുഴപ്പമില്ല. അവർ പറയുന്ന ഒപ്പീനിയൻ കറക്റ്റ് ആയിരിക്കണം, അവർ പറയുന്ന കറക്റ്റ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം, മനസ്സിലായ? ഞാൻ ഇട്ട വീഡിയോ ഇല്ല, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ ഈ കുറ്റം പറഞ്ഞമാർക്ക് അത്ര നോവണമെന്നുണ്ടെങ്കിലേ ഒരു കേക്ക് പോയി ഓർഡർ ചെയ്ത് കഴിയും, അവിടെ നിന്ന് കഴിച്ച് കാണിച്ചാൽ അപ്പോൾ അറിയാം. ചില സൈക്കോ പിടിച്ചവന്മാരുണ്ടല്ലോ, അവന്മാർ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് കമൻറ്റ് ചെയ്യുള്ളൂ. അത് അങ്ങനെ ശീലിച്ച് പോയി, മനസ്സിലായ? അതായത് എന്നെക്കാളും ബുദ്ധി എനിക്കുണ്ടാ, ഞാൻ പറയണ കറക്റ്റ്, നീ പറയണ തെറ്റാണെന്ന് ഒരു ഇതുണ്ടല്ലോ, ഒരു ഈഗോ പിടിച്ച ക്യാരക്ടറാണ് അതൊക്കെ. അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞാൽ അവന്മാർ ഫ്ലാറ്റ് എന്നേ പറയുള്ളൂ, മനസ്സിലായ? ഒന്നേ ആലോചിക്കാൻ മതി. ഈ കാര്യം ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഓർഡർ കഴിക്കും. ലാസ്റ്റ് വരെയും അറിയില്ല ആരും അവിടെ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള കാര്യം, മനസ്സിലായ? പിന്നെ എന്തെങ്കിലും ഒരു ദിവസം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് പ്രശ്നം ഉണ്ടാക്കി പൂട്ടി എത്ര തന്നെ, അതുവരെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുള്ളൂ. അതിനുമുമ്പ് നമ്മൾ നേരത്തെ അറിയിക്കുകയാണ് ഈ റെസ്റ്റോറൻറ്റ് കൊള്ളൂല അവിടെ കഴിക്കലെന്നുള്ളത്. സൊമാറ്റോയിലാണ് അവർ ഓർഡർ ചെയ്യണത് കസ്റ്റമേഴ്സ്, മനസ്സിലായ? സൊമാറ്റോയിൽ ഉള്ള റെസ്റ്റോറൻറ്റ് നല്ല റെസ്റ്റോറൻറ്റ് പറഞ്ഞ് ഓർഡർ ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ കാണുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ കടമയാണ് പോയി അറിയിക്കേണ്ടത്, മനസ്സിലായി? അവിടെ ഓർഡർ കൊള്ളാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഈ ഓർഡർ ചെയ്തെങ്കിൽ ഞാൻ പറയാമായിരിക്കുമോ? ഞാൻ പറയും ഫുഡ് കൊള്ളില്ലെന്നുള്ളത്. അത്രേ ഉള്ളൂ. ആ ഒരു കമ്മിറ്റ്മെൻറ്റാണ് പറഞ്ഞത്. ഇത് ഇങ്ങോട്ടേ പോണത്, മാപ്പ് റൈറ്റാണ് കാണിക്കണത്. ഇവിടെ വഴി ഉണ്ടാ, മര്യാദയ്ക്ക് മറ്റൊഴി വന്നാൽ മതിയായിരുന്നു. എപ്പോഴും പോകണം വഴി കൂടെ. ഞാൻ വിചാരിച്ച വേറെ ഒന്നുമില്ല, ഇത് വ്ളോഗല്ലേ, ഒരു പുതിയ വഴി കാണിക്കാൻ വിചാരിച്ച്. പക്ഷെ ഇവിടുത്തെ വഴി നോക്കിയപ്പോൾ വഴി ഉണ്ടായില്ല, ഡൗട്ടായിരിക്കുന്നത്. ഫുൾ കാറ്റും ആയിരിക്കണം, മലയാണ് അത് കംപ്ലീറ്റ്. എൻ്റെ അമ്മോ വേണ്ടായിരുന്നു. ഓ മൈ ഗോഡ്, വെരി ഡിഫിക്കൾട്ട്. റോഡുണ്ടോ സുധീഷേ? എന്തായാലും നോക്കാം, ഇതുവരെ പോകും, നോക്കട്ടെ. ഇതൊക്കെ ഒരു അനുഭവമല്ലേ സുധീഷേ? അല്ലേ? എപ്പോഴും നമ്മൾ പോയ വഴി കൂടെ പോകാൻ പാടില്ല, പുതിയ വഴി കണ്ടെത്തുക, ആ വഴി വലുതാക്കി ആ വഴി കൂടെ മറ്റുള്ള സഞ്ചരിപ്പിക്കുക. അതാണ് നമ്മളുടെ ഒരു പർപ്പസ് ലൈഫിൻ്റെ. ഇപ്പുറത്ത് വിടാം കേട്ടോ. സൊമാറ്റോ ആണേ. ഓക്കെ ശരിയാണ്. ഓർഡർ ഡെലിവറി.
ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 62 രൂപ 42 പൈസയാണ്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ പൊറ്റയിലാകുമ്പോൾ തിരുമല പോകാം, വേറെ വഴിയില്ല. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ബ്രേക്ക് ടൈം കഫേ ആക്സെപ്റ്റ്. ആഹാ, റോഡിൽ ആരുമില്ല. കറിക്ക് സുതീഷേ അത്രയേ ഉള്ളൂ. ഓക്കെ, റീച്ച് റെസ്റ്റോറൻറ്റ് റെഡിയായി നോക്ക് സുതീഷ്. ഇപ്പം റെഡി ആയില്ല, 7 മിനിറ്റ് കാണിക്കണം. അയ്യോ, പോസ്റ്റ് ആവോ, ചെറിയ ഓർഡറാണ്. ഓക്കെ, റെഡിയായി. കറക്റ്റ് ഒരു 10 മിനിറ്റ് മേള ഏട്ടാ. ശരി, കുഴപ്പമില്ല. ടൈം റെഡി ആയില്ല, അതിന് വലിയ കാര്യം. 0657 ചില്ലി ചിക്കൻ ലോങ് ബ്രെഡ് ചിക്കൻ സ്ട്രിപ്സ് സ്കാൻ ബാർ കോഡ്. എന്തൊരു ചൂടാണ്, അവിടെ നിൽക്കാൻ പറ്റില്ല. മിക്കവാറും നമ്മൾ ഷവർമാരെ കൂടെ ബന്ധു പോട്ടാ, അത്ര ചൂടുണ്ട്. ഓക്കെ, ഇതെന്തോന്ന് പറഞ്ഞു ഇവിടെ നെല്ല് കിടത്ത് സ്കാൻ ചെയ്തിട്ട് തന്നെ എവിടെ നെല്ല് അത് കാണിക്കുന്നു. അത്ര തന്നെ പെക്കിട്. എങ്ങോട്ട് സുധിച്ചാ പോണത്? മാപ്പ് നോക്ക്. സോറി നമ്മോടല്ലേ പോകേണ്ടത്, മങ്കാട്ടോടെ റോഡിലോട്ട്. എന്ത് പാടെന്ന് പറയാം മുളയ്ക്കാൻ. 1000 വണ്ടികളാണ് പറഞ്ഞത് ഒറ്റ സെക്കൻഡിൽ. ബൈസൺ നീങ്കിലും പറയാത്തത് നീ എന്തെങ്കിലുമൊക്കെ പറയണം. നീ പറഞ്ഞാലേ ശരിയാവുള്ളൂ. മിക്കവാറും ഇവിടെ മുടുക്കുണ്ട്, അതിനകത്ത് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ തന്നെ 117 ഇവിടെ അല്ലേ സൊമാറ്റോ ഫുഡ് ഓർഡർ ചെയ്ത്. ഓക്കെ, പോന്നാ. ബൈസൺ ലുക്ക് അല്ലേ, ഒരു രക്ഷയില്ല. നിന്നെ ഏത് ആംഗിളിൽ നോക്കിയാലും ലുക്കായിരിക്കും കേട്ടോ, ഒരു രക്ഷയില്ല. പോളി എന്ന് പറഞ്ഞാൽ പൊപ്പൊളി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എത്ര? 21 രൂപ 81 പൈസ. വലിയ എമൗണ്ട് ആണല്ലോ. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് നോക്കി? ഇത്ര വലിയ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ബാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ITR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വരും, ചെക്ക് ചെയ്യാൻ വരും. ശരി, ഇപ്പം നേരെ അങ്ങോട്ട് പോകാം. പെട്രോൾ അടിച്ചില്ല വണ്ടിയിൽ, ആപ്പടെ പണിയാവും ലാസ്റ്റ്. പോകണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇവിടെ പോവാം, ഇടപ്പഴിഞ്ഞ് പോവാം. വാ, ഇവിടെ നിന്ന് ശരിയാവില്ല, പന്ന സ്ഥലമാണ് തിരുമല. ഈ മുഖ്യറിഞ്ഞുള്ള ഓർഡറിൽ അങ്ങോട്ട് അറിയും, പേയാട് മലങ്കീഴൊക്കെ. അങ്ങോട്ട് പോയിട്ട് വരുമ്പോൾ ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ 4 കിലോമീറ്ററാണ് നമുക്ക് കാലടിച്ച് പറഞ്ഞത്. അതുകൊണ്ട് കാലടിക്കാതെ പിക്കപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ലോങ്ങിനെ പോകണം. പെട്രോൾ അവിടെയാണ് 200 രൂപയ്ക്ക് ഓർഡർ അടിച്ചാ. അക്സെപ്റ്റ് ഓർഡർ അടച്ചോണ്ടേ. ഓക്കെ, പോന്നാ. അപ്പോൾ ബൈസണ് വയറ് നടന്നില്ലല്ലേ, വിശപ്പെല്ലാം മാറിയില്ലോ. ഓക്കെ, ഇപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. ശാസ്താമംഗലം സുനൂസ് കിച്ചൺ. ഇവിടെ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ പോകണം. ഓമിനി വാൻ്റെ ഓട്ടി ഭയങ്കര മോശം കേട്ടാ, ഡേഞ്ചറായിരുന്നു. എൻ്റെ ലെഫ്റ്റ് കൂടെയാണ് പുള്ളി ഓവർടേക്ക് ചെയ്ത് പോയേട്ടാ. സത്യം പറഞ്ഞ് ഞാൻ ഒന്ന് തിരിഞ്ഞെങ്കിൽ ജസ്റ്റ് ഇടിച്ചാനേ. എൻ്റെ അമ്മ എന്തിരിപ്പാക്ക് പോകണം. ഇത് ഓമിനിയാണോ ആംബുലൻസാണോ? എങ്ങനെ പോകണം? എനിക്ക് തോന്നുന്നു ഇങ്ങനെ പഴയ ആംബുലൻസ് ഡ്രൈവറായി കേട്ടോ, അതാണ് ഇങ്ങനെ ഓടിക്കുന്നത്. നമ്പർ എത്ര? വണ്ടി നമ്പർ KL 05AN 05. ഏത് ജില്ലയാണ്? ഇവിടുത്തെ അല്ലല്ലോ, ട്രിവാൻഡ്രം അല്ലല്ലോ. കത്തിച്ച് വിട്, അത്രേ ഉള്ളൂ. നിങ്ങളെ ബാക്കിൽ ഞാനും ഉണ്ട്. നമുക്ക് ഒന്നിച്ച് പോകാം. നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഇതുപോലെ കുറേ കമൻറ്റ്സ് വരും, നമുക്ക് ഒന്നിച്ച് മുന്നേറാമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. അങ്ങനെ കയറി, ഒന്നും നോക്കാൻ പാടില്ല, സൈഡും നോക്കാൻ പാടില്ല, കൊണ്ട് കയറിക്കോണം അല്ലേ. ശരി, എന്തെങ്കിലും ആവട്ടെ, നോക്കി പോയാൽ അങ്ങേർക്ക് കൊള്ളാം. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഓർഡർ ഇപ്പോൾ എടുക്കാം. സുന്നൂസ് കിച്ചൺ B6 ഇവൻറ്റ്സ്. സുന്നൂസ് അല്ല, സുനൂസ്. പേരൊക്കെ മാറ്റി പറയാതെ. റെഡിയായി 3 മിനിറ്റായി. ഇപ്പോൾ എത്ര താമസം കണ്ടോ? ഇത് റെഡിയായ അവിടെയാണ് 7178 ഇവിടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ചിക്കൻ പെരട്ട് ഓർഡർ പിക്ക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ 4-5 ഇവിടെ കറക്റ്റ് 7.1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ് വളരെ കുറവാണ്, 100 അടുപ്പിച്ചേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഒരു 4 ഓർഡർ എടുത്താൽ മതി കാണിക്കുന്നത്. പക്ഷേ എന്നാലും കുറച്ച് കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഏണിങ്സ് കിട്ടും, അത് വേറെ വിഷയം അല്ലേ. ഇൻസെൻറ്റീവ് മാത്രം നോക്കി ഓടാൻ പാടില്ല, ഏണിങ്സ് കൂടുതൽ എടുക്കണ്ടേ അല്ലേ, അതല്ലേ വിഷയം. ഓക്കെ, നമ്മളെ മുട്ടോടെ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഭയങ്കര ക്ഷീണം കേട്ടാ, ഭയങ്കര കഴുത്ത് വേന, കഴുത്തും ഷോൾഡറും ഒരു രക്ഷയില്ല. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് മസാജ് കിട്ടിയായിരുന്നു മോളുടെ കയ്യിൽ നിന്ന്, കൈയല്ല കാലിൽ നിന്ന്. നല്ല ചവിട്ടി, നല്ല തിരുമി, എന്ത് സുഖം കേട്ടാ. ചിലപ്പോൾ രാത്രി തണുപ്പല്ലേ, അതുകൊണ്ടായിരിക്കാം വല്ല വാക്കില്ലാതെ കിടന്ന് കാണും. കഴുത്തും ഷോൾഡർ വേദനിക്കണം, ഈ കയ്യിൽ ഇവിടെ വേദനിക്കണം. എന്താണെന്ന് പിടിയില്ല. വയസ്സാവില്ല സുധീഷേ, 10-15 വയസ്സായി, ഇനി എല്ലാം വരും. മുട്ടുവേദന, തോള് വേദന അല്ലേ. എന്നങ്ങടാ ഇത് ഒരു വെള്ളമുടി എട്ടി പാക്കുത്, നമുക്ക് ഏജ് ആയി പോച്ചാ. അയ്യോ, ഇത് വേറെ. ഇന്ന് ഓട്ടോമാറ്റിക് ലോക്ക് ആവണ. ഓക്കെ, പോകുന്ന ഇവിടെ നിന്ന് 400 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയി ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഫ്ലാറ്റ് നമ്പർ 1. ശരി, വണ്ടി ഇപ്പം അകത്ത് കയറ്റാൻ പറ്റുമോ? കയറ്റാലോ, എന്ത് കുഴപ്പമില്ല. നമ്മളെ വണ്ടി നമ്മളെ ഇഷ്ടം. സെക്യൂരിറ്റി ആണ് ഇവിടെ. ഫ്ലാറ്റ് നമ്പർ 1. ഫുഡ് കൊണ്ടുപോകണോ? കൊടുക്കണം. പോരാ, ഒന്ന് ഹെൽമെറ്റ് ഒരുക്കോട്ടെ. ഓക്കെ, പോകുന്ന. ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 71 രൂപ 30 പൈസയാണ്. ഇപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ട് ചിന്നൂസിൽ ഇവിടെ കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. പോകുന്ന കമൺ കൊയ്ക്ക്. ഇതുപോലെ പറ ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 5-6 ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടെ ചേർത്ത് ഒരു 500 കിട്ടിയും കൊള്ളായിരുന്നു. നോക്കാം. 100 രൂപ പെട്രോളിന് പോയാൽ 400 കൈ വരും, മതിയല്ലേ. 4 മണിക്കൂർ 400 രൂപ. ഭാവിയിൽ ഇങ്ങനെ പോയാൽ സൂക്ഷിച്ചാൽ ശരിയാവില്ല. 4 മണിക്കൂർ 4000 സമ്പാദിച്ച് സൂപ്പർ ആയിരിക്കും അല്ലേ. അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിൽ 8 മണിക്കൂറിന് 80,000 രൂപ, 10 ദിവസം ആകുമ്പോൾ 80,000 രൂപ, 1 മാസം ആകുമ്പോൾ 1.5 ലക്ഷം രൂപ നമ്മൾ സമ്പാദിക്കും കിട്ടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 1.5 ലക്ഷമൊക്കെ ആകുമ്പോൾ ആലോചിച്ച് നോക്ക്. 25,000 രൂപ ഹോം ലോൺ പോയാലും 10,000 രൂപ കാർ ലോൺ പോയാലും ബാക്കിയുള്ള പൈസ എല്ലാം നമുക്ക് അടിച്ച് പൊളിക്കാം. ഒക്കെ നടക്കൂലെന്ന് അറിയാം, എന്നാലും നമ്മളൊരു ചുമ്മാ ഒരു ആഗ്രഹം അത് തന്നെ. ചിന്നൂസ് ഫാമിലി റെസ്റ്റോറൻറ്റ് ലെഫ്റ്റ്. ഇവിടെ കൊണ്ടുവയ്ക്കാം വണ്ടി. റീച്ച് ലൊക്കേഷൻ റെഡിയാ. ബാ, സൂപ്പർ 7611.
എഗ് ഓംലെറ്റ് അത്ര തന്നെ 2 എഗ് ഓംലെറ്റാ. ഇതാ ഓർഡർ ആയിട്ട് എഗ് ഓംലെറ്റ് നല്ല ശരി തന്നെ. 2 മുട്ടയ്ക്ക് 15 രൂപയാവോ? വീട്ടിൽ നിന്ന് കഴിക്കാൻ പൊരിച്ച് ചിലപ്പോൾ വീട്ടിലുണ്ടാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ. ഓർഡർ പിക്കഡ് വാ. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ അടുത്ത് തന്നെ 900 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് റൈറ്റ് കയറി എങ്ങനെ പോകണ്ട, അങ്ങനെ പോകാം. വാ, ജംഗ്ഷനിൽ പോയിട്ട് വേണം പോകേണ്ടത്. ഇവിടെ റൈറ്റ് ചെയ്യാൻ പറ്റില്ല, റോങ് സൈഡാണ്. 2 മുട്ട നമ്മൾ കടയിൽ നിന്ന് 15 രൂപ ഉള്ളൂ. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ 40 രൂപയാവും, പ്ലസ് ഡെലിവറി ചാർജ് 20 രൂപ, എല്ലാം കൂടെ 60 രൂപ മുകളിലാവും അല്ലേ? ആവൂലേ? പിന്നെ ഓരോരുത്തരുടെ സമയം, ഓരോരുത്തർ അത്യാവശ്യം അതനുസരിച്ച് ഓർഡർ ചെയ്യണതാണ്. അവർക്ക് പൈസ വിഷയമില്ലായിരിക്കാം. എന്തായാലും നമ്മൾ ആരും കുറ്റം പറയാൻ നമുക്ക് വോയിസ് ഇല്ല. ഓരോരുത്തർ ഇഷ്ടമാണ് അതൊക്കെ. മുട്ടയെന്നല്ല, ചില ആൾക്കാർക്ക് വെറും പച്ചവെള്ളം ഓർഡർ ചെയ്യും. പച്ചവെള്ളം എന്ന് പറയുമ്പോൾ ആക്വാഫിനയുടെ ബോട്ടിലുണ്ട്, വാട്ടർ ബോട്ടിൽ ഓർഡർ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ കസ്റ്റമർക്ക് ഇതുപോലെ ഓർഡർ ചെയ്താൽ നമുക്ക് ജോലിയുള്ള ശമ്പളമുള്ളൂ. അതുകൊണ്ട് എല്ലാം ഓർഡർ ചെയ്തിട്ട് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ. ഓക്കെ, ഇവിടെ തന്നെ. ഇവിടെയാണോ സൊമാറ്റോ ഓർഡർ ചെയ്യുന്നത്? ഓക്കെ ഓക്കെ. ഓക്കെ ശരിയാണ്. ഓർഡർ ഓക്കെ അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 21 രൂപ 58 പൈസയാണ്. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ പോലോ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരഗൺ റെസ്റ്റോറൻറ്റ് 49 രൂപ 67 പൈസയാണ് ഓർഡർ പേയ്മെൻറ്റ് കാണിക്കുന്നത്. അക്സെപ്റ്റ് ഓർഡർ. സൗണ്ട് ഓഫ് ആവും. അക്സെപ്റ്റ് ചെയ്ത് ഓർഡർ. ഇനി എന്ത് സൂം അടിച്ചുകൊണ്ടിരിക്കുന്നത്? ഓഫ് ചെയ്യും. എൻ്റെ ഫോണിൻ്റെ ചാർജ് പോയി ഇങ്ങനെ അടിച്ചു പിടിക്കാൻ മതി. ശരി, സൗണ്ട് കുറച്ചേക്കാം. പോ ബാബാ പോ. ദി പാരഗൺ റെസ്റ്റോറൻറ്റ് റീച്ച് ലൊക്കേഷൻ. പയ്യെ സ്പീഡ് വേണ്ട, ഹൈവേ അല്ലേ അത്. ഓക്കെ, ഇവിടെ വണ്ടി ഉണ്ട്. ഓക്കെ, എന്താ അപ്പുറത്തുണ്ടോക്കെ. ബാ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ അമ്മ ഒരുപാട് സമയമായല്ലോ. 10-20 മിനിറ്റ് ആയി. റെഡി ആയില്ല ഇതുവരായിട്ടും. ഒരു കാര്യം ചെയ്യാം, ഓർഡർ ട്രാൻസ്ഫർ ചെയ്യാൻ ശരിയാവുള്ളൂ. ഇത്ര സമയമാണ് അത്. ഇപ്പോൾ ചോദിച്ചു നോക്കായിരുന്നു റെഡി ആയോ. ഇത് റെഡി ആയിട്ടുണ്ട്. അത് വന്നില്ലല്ലേ, റെഡി ആയില്ലല്ലേ? അയ്യോ, ഇനി ലേറ്റാവോ? സുധീഷേ, ഇപ്പോൾ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നേരം വെയിറ്റ് റെസ്റ്റായി പോകും. ഒരു 2-3 മിനിറ്റ് കൂടെ നോക്കാം, നോക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ നോക്കി 25 മിനിറ്റ് ആയത്. മണി ഇപ്പോൾ എത്രയായി? 9 മണിയായി. ഓക്കെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അമ്മോ, വല്ലാത്തൊരു ലേറ്റായിപ്പോൾ കേട്ടോ. 8710. ഓക്കെ, താങ്ക് യു. വെജ് സ്റ്റൂ ആൻഡ് അപ്പം ഓർഡർ പിക്ക്ഡ്. ഇതുപോലത്തെ ടോപ്പ് ബോക്സ് വേണം കേട്ടോ നമുക്ക്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ലഗേജ് കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുറവങ്കോണം മരുതൂർ റോഡ്. ഇവിടെ കറക്റ്റ് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:05 ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ബ്ലോക്ക് ആവോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് പോകും. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല. ശനി ഞായറൊക്കെ വന്നാൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ. ശനി ഞായർ ലുലു മാളിൽ എൻ്റെ അമ്മോ മതിയും കൊതിയായി. ഇനി മേലെ ശനിയാഴ്ച ഇറങ്ങിയാൽ ഞായറാഴ്ച ഇറങ്ങൂല. ഞായറാഴ്ച ഇറങ്ങിയാൽ ലുലു മാൾ സൈഡ് പോകാനേ പാടില്ല. അതെങ്ങനെയാണ്? നമ്മളല്ലല്ലോ പോണത്. ഓർഡർ അടിച്ച് അങ്ങോട്ട് പോവേയില്ലേ? ഓരോ ഓർഡറായിട്ട് അടിച്ചടിച്ച് വരുമ്പോൾ ലാസ്റ്റ് ലുലു മാൾ അവിടെ നിൽക്കും. അവിടെ പോയി ഒരു ഓർഡർ എടുക്കണമെങ്കിൽ 1/2 മണിക്കൂർ മുകളാണ് ആവണത്. പിക്കപ്പ് ചെയ്യാൻ 1/2 മണിക്കൂർ, ഡ്രോപ്പ് ചെയ്യാൻ 1/2 മണിക്കൂർ, 1 മണിക്കൂർ പോകും. അതിനേക്കാൾ ഇറങ്ങാൻ പാടില്ല, നല്ലത്. എന്തൊരു ബ്ലോക്ക്! ഒരു ഓഫർ കൊടുത്ത ആൾക്കാർ ഇങ്ങനെ കയറോ? ഉള്ള വണ്ടിയും കാറും ബൈക്കും ലോറി എല്ലാം അവിടെ തന്നെ. ഇവിടെ അല്ലേ? ഓക്കെ, ഭാരതല്ലേ? ഓക്കെ ഓർഡർ ഡെലിവർഡ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 50 രൂപ 84 പൈസയാണ്. നേരെ അങ്ങോട്ട് മാടത്തനി. ഇപ്പം എന്തൊക്കെയാണ് സ്ഥലം? മറ്റേ ഈ റൂട്ടല്ലേ, മരുതൂർ റോഡായതുകൊണ്ട് നമ്മൾ നേരെ കുറവങ്കോണം പോകാം. ഓക്കെ, അടുത്ത ഓർഡർ വെച്ചിട്ടുണ്ട്. അമ്മാച്ചി തട്ടുകട. ഇതെവിടെ ലൊക്കേഷൻ? കേശവാസപുരോ? അക്സെപ്റ്റ് ഓർഡർ. അത് എവിടെയാണ്? അമ്മാച്ചി തട്ടുകട. മാപ്പിട്. സാരിത്തീരം പോരാട്ടം 1000 തടൈകൾ വെன்றവർ യാർ സാമാനിയങ്ക. ഓഹോ, ഇത് നേരെ പോയിട്ട് മറ്റേ നമ്മൾ വന്ന വഴിയാണ് കേട്ടോ. മറ്റേ MG കോളേജിനോടെ പോകണം. ഓക്കെ, പോന്നാ. കമോൺ ക്വിക്ക്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ ബോർഡൊന്നുമില്ല തട്ടുകടയുടെ പേരിലൊന്നും. പോയി ചോദിച്ചു നോക്കാം ഇവിടെയാണെന്നുള്ള കാര്യം. ഇവിടെ തന്നെ 9885 ബീഫ് റോസ്റ്റ് പൊറോട്ട പിക്ക്ഡ്. ഓ, വണ്ടി ലുക്കില്ല. സുധീഷ് നോക്ക്, എന്തൊരു ലുക്കില്ല ഇവിടെ നിന്ന് കാണാൻ. പൈസ എൻ്റെ അമ്മോ, സൂപ്പർ ബൈക്ക് പോലെ കേട്ടോ. സത്യം പറയാലോ, ബൈസിൻ്റെ ഡിസൈന് വേറെ ലെവൽ തന്നെ. ഫെഫ്സിയിലൊക്കെ അല്ലേ? ഇപ്പം പറഞ്ഞ ചുമ്മാ അല്ല, സീരിയസായി പറഞ്ഞാണ്. നേരത്തെ ചുമ്മാ ഷോയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ ഇപ്പം പറഞ്ഞത് ലുക്ക് കേട്ടോ, ഒരു രക്ഷയില്ല കാണാൻ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മണ്ണന്തല കഴിഞ്ഞ് മരുത്തൂർ. ഇവിടെ നിന്ന് കറക്റ്റ് 5.6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. ഇതാണ് ലാസ്റ്റ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഓർഡർ ആക്കാം. ഇങ്ങനെ പോലെ ഓർഡർ കൊടുത്ത് തരുമ്പോൾ 9:30 മണിയാവും. പിന്നെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഓഫ്ലൈൻ ആക്കിയിട്ട് വേണം വീട്ടിൽ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഓർഡർ അടിച്ച് തിരിച്ച് ഇങ്ങോട്ട് അടിച്ച് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകാൻ 10:30 മണിയാവും. അത് ആലോചിച്ചോണം സുധീഷ്. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ വിഷയമില്ല. ഓഫ്ലൈൻ ആക്കിയിട്ട് നേരെ വീട്ടിൽ പോകാം. നേരത്തെ പോയിട്ട് വല്ല ആഹാരം കഴിച്ച് കുറച്ച് TV കണ്ടിട്ട് നേരത്തെ ഉറങ്ങിയിട്ട് നാളെ എഡിറ്റ് ചെയ്യാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ലേറ്റ് ആവുകയാണ്. വരെ എൻ്റെ മടിയാണ്. ഞാൻ ഇപ്പം മടിക്കുകയാണ്. പഴയ പോലെ അല്ല. അതൊന്ന് മാറ്റി പിടിക്കണം. അത് എന്തോ ഒരു വിഷയം എനിക്ക് ബോറടിക്കുകയാണ്. അതാണ് ഈ വ്ളോഗ് വിഷയമില്ല നമുക്ക് ചെയ്ത് പോകാം. എഡിറ്റിംഗ് സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ബോറാവുകയാണ്. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കാണ്. മറ്റേ ട്രാവലോ അങ്ങനെയല്ല. ഓരോ ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കും. പുതിയ കാഴ്ചകൾ കണ്ടു നാളെ അവിടെ നേരത്തെ അഴിച്ച് എഡിറ്റ് ചെയ്യാം. അപ്പോഴേ ശരിയാവുള്ളൂ. ഓക്കെ, ഇങ്ങോട്ട് തന്നെ ചിറ്റൂർ കോണം ചെക്കാലമുക്ക്. വാ റോഡ് സൂപ്പർ കേട്ടാ. ഇതുപോലത്തെ റോഡ് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ ആളനൊക്കെ ഇല്ലാത്ത റോഡ്. ഒരു ഹൊറർ വൈബ് ഉണ്ടാകും.
കുറേ ദിവസമല്ലേ ഹൊറർ സ്റ്റോറി പറഞ്ഞിട്ട് ഒന്നും കെട്ടില്ല കേട്ടോ സ്റ്റോറി ഒന്നും. 2-3 സ്റ്റോറി കയ്യിലുണ്ട്, പക്ഷേ ഷോർട്ടായിരിക്കണം. അത് പറഞ്ഞാൽ വലിയ എന്താ പറയുക, ഒരു ഹൊറർ വൈബ് വരില്ല. പണ്ടൊക്കെ പറയുമ്പോൾ ആൾക്കാർ പേടിക്കും അല്ലേ, പയ്യന്മാരൊക്കെ കമൻറ്റ് ചെയ്യാൻ കാണണം. ഓക്കെ, ലൊക്കേഷൻ വന്താച്ച് അവിടെ തന്നെ. അത് വണ്ടി ഇവിടെ കൊണ്ടുവയ്ക്കാം. ബാ, ഇവിടെ അല്ലേ ഓർഡർ ചെയ്ത് അനുജ് അല്ലേ? ഓക്കെ, എന്തായാലും ഓർഡർ ഡെലിവറി മാർക്ക് ചെയ്യില്ല. ഒരു 9:50 ആവട്ടെ, എങ്കിലേ കറക്റ്റ് സമയത്ത് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ മാർക്ക് കഴിഞ്ഞാൽ ഓൺലൈനിൽ കിടക്കാൻ അടുത്ത് ഓർഡർ അടിക്കുകയും ചെയ്യും. നമ്മൾ വന്ന വഴിയാ സുധീഷ് മറന്നുപോയി, ലെഫ്റ്റാ റൈറ്റാ? സുധീഷ് വഴി മറന്നുപോയി. ലെഫ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് ദ ഡൗട്ട് ഓഫ് ദ ക്ലിയർ എവിഡൻസ് ലെഫ്റ്റ് ആയിരിക്കണം. ഇങ്ങനെയല്ലേ വന്ന് നമ്മളല്ലേ തന്നെ? അങ്ങനെ തന്നെ കറക്റ്റ്. എവിടെ പോകണം? ഇവിടെ നെല്ല് സുധീഷേ മാർക്ക് ചെയ്യണ്ട ഡെലിവറി. കുറച്ചുകൂടെ അങ്ങോട്ട് പോ. കിലോമീറ്റർ കുറഞ്ഞാലും നമുക്ക് പേയ്മെൻറ്റ് കുറയും. അതുകൊണ്ട് നമ്മൾ എവിടെ നിന്നോ അവിടെ നിൽക്കാം. ബാ, ഈ സൈഡിൽ ഒതുക്ക്. അതുവരെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ റീൽസോ ഷോർട്സോ. ഇവിടെ പാമ്പൊന്നും ഇല്ലല്ലോ സൈഡിലായിട്ട്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:50 ആയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഡെലിവേർഡ്, ഓഫ്ലൈനിൽ പോയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 61 രൂപ 50 പൈസയാണ്. ഈ ഏരിയയിൽ ഒറ്റ മനുഷ്യയില്ല കേട്ടോ, ഡേഞ്ചർ ആയിരുന്നു. ഇപ്പുറത്ത് ഫുൾ കാട്, മൂങ്ങയുടെ സൗണ്ട്. മൂങ്ങയാണ് പ്രാധാന്യം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 329 രൂപ 34 പൈസ ഓർഡർ ആണ്, പ്ലസ് 105 രൂപ ഇൻസെൻറ്റീവ്. എല്ലാം കൂടെ മൊത്തം 434 രൂപ 34 പൈസയാണ് ഓർഡർ എണിക്സ്. ഓക്കെ, കുഴപ്പമില്ല, ആവറേജ് തന്നെ. അത് ഇൻസെൻറ്റീവ് കുറവല്ലേ, സാറിന് ഇൻസെൻറ്റീവ് 150 രൂപ മുകളിൽ കിട്ടുമായിരുന്നു, പ്രാവശ്യം കുറവ്. ശരി, പോകാം, അത്ര തന്നെ കഴിഞ്ഞ്. ഓക്കെ, നമ്മളങ്ങനെ പൂജപ്പുരത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഗുളിക വാങ്ങണമായിരുന്നു, കഴുത്ത് തന്നെ സഹിക്കാൻ പറ്റില്ല. സുഖമാണോ? കണ്ടു കുറച്ച് ഞാൻ ഇടയ്ക്ക് വരും ഇവിടെ. ഇതേ മെക്സാറ്റ് 12.5, സാറിന് 7.5ഉം 5ഉം ചേർക്കും. 12.5 ഉണ്ട്. ഇല്ല അല്ലേ, സ്റ്റോക്ക് ഇല്ലെന്നാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ആവട്ടെ, ഇപ്പം അളവ് മാറിയ പ്രശ്നമാവും. ശരി, ഓക്കെ പോടാ. ഓക്കെ, ശരിയാണ്. ഓക്കെ, നമ്മൾ ചോദിച്ച ഗുളിക സ്റ്റോക്ക് ഇല്ല. ശരി, കുഴപ്പമില്ല. ഓക്കെ, ഇനി കുറച്ച് കടയിൽ പോയി സാധനം വാങ്ങാനുണ്ട്. പാല്, തേങ്ങ, ഇതൊക്കെ ഉണ്ട്. 3 പാല്, തീപ്പെട്ടി ഒരു കൂട്, പാല് 3 കവറ്, പിന്നെ 1/2 കിലോ പാളയം കൊണ്ട് പഴം, അത്ര തന്നെ. ഓക്കെ, ഇനി എന്ത് വാങ്ങിയോണ്ട്? 1/2 കിലോ സവാള. അപ്പുറത്ത് പോയി വാങ്ങിക്കാം. അവിടെ തിരക്കാണല്ലോ, അവിടെ മാവ മാത്രമേ ഉള്ളൂ. അപ്പോൾ സമയം എടുക്കും. ഇവിടെ പോവണ്ട, വേറെ ഇങ്ങോട്ട് പോവാ. ശരി, വീട്ടിൽ പോവാ. സവാള പിന്നെ വാങ്ങിക്കാം, നടക്കൂല. ഓക്കെ, അപ്പോൾ എന്താ കാപ്പി എന്ന് പറഞ്ഞത്? പൂരി, ആലു പൊറോട്ട. ആലു പൊറോട്ടയാണോ? പറാത്ത, ആലു പറാത്ത, ഉരുളക്കിഴങ്ങ് കറി. കഴിക്കാം. അമ്മോ, എൻ്റെ അമ്മോ, നല്ല വിശപ്പുണ്ട്, വയറ് കത്തയാണ്. പക്ഷെ കൂടുതൽ കഴിക്കാൻ പാടില്ലെന്ന് ഇരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പ്ലാനിലുണ്ട്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ. എവിടെ നിന്ന് വരാ? നീ എവിടെ നിന്ന് പറഞ്ഞാൽ കേൾക്കൂല. എവിടെ നിന്ന് പറയണം? എന്റെ മാർക്ക് സൂപ്പർ. ഇംഗ്ലീഷിന് 16, മലയാളത്തിന് 20. മലയാളത്തിന് മാത്സിനാണ് കൂടുതൽ. കുഴപ്പമില്ല, നല്ല മാർക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും പറയണ്ട, ഈ ഫുൾ മാർക്ക് പറഞ്ഞാൽ മതി. ഇത്രയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഫുള്ളും പറയാം. മലയാളത്തിന് 20, ഹിന്ദിക്ക് 15. ലാഗായി പോയി, കട്ടി കളഞ്ഞേ. 200 143 മാർക്ക് എടുത്തിട്ടുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, കുഴപ്പമില്ല. അടുത്ത വർഷം 183 എടുക്കണം. ഓക്കെ, അന്ന് ഫസ്റ്റ് പരീക്ഷയ്ക്ക് ട്രൈ മോർ. ഇപ്പൊ നല്ല ഗുഡ് ആയല്ലോ. നല്ല റിവ്യൂ ഉണ്ട്. പശുവിന് ടീച്ചർമാരെ കയ്യിൽ നിന്ന് ഗുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നല്ല മാർക്ക് എടുത്ത് മുന്നോട്ട് പോകണം. വലുതാകുമ്പോൾ എന്താവണം? ആയിരം വലുതാകുമ്പോൾ എന്താവണം? ടീച്ചർ ആയാൽ മതിയാ. സൂപ്പർ. എനിക്ക് ഇഷ്ടമുള്ളതാ വിഷയമില്ല. ടീച്ചറായാൽ മതിയാ. ടീച്ചർ ജോലി ഇല്ലല്ലേ? അതുകൊണ്ടാ സ്കൂളിൽ ചുമ്മാ പോയിട്ട് തല കുറഞ്ഞ് പഠിപ്പിച്ചാൽ മതിയില്ല, വേറെ ഒരു ജോലി. പോലീസാണെങ്കിൽ പിന്നെ വയ്യ. പോലീസാണെങ്കിൽ കള്ളനെ പിടിക്കണ്ടേ പോയി. പിന്നെ വേറെ ഒരു പോലീസ് എന്നെ പിടിക്കാതല്ലേ ജോലി. പണ്ട് എനിക്ക് പോലീസാണോ ഇഷ്ടം തന്നെ, ഇപ്പൊ എനിക്ക് ടീച്ചർ. വലിയ പീസ് പൂരി എടുക്കുക, നല്ല കടയിൽ മുക്കിയെടുത്ത് ചുരുട്ടി. ആലു പൊറോട്ട. പ്രമോഷൻ ഉണ്ട്, അത് പറഞ്ഞില്ലല്ലോ, ലാസ്റ്റ് പറയാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ പ്രൈവറ്റ് ആയിട്ട് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് തരും. ഈ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പ് അയച്ചാൽ മതി. നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റ് തരാം. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റ്സും അടങ്ങിയ നല്ല പാക്കേജ്, അത് കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് തരുന്നുണ്ട്. മെയിനായിട്ട് മെറ്റർണിറ്റി പ്ലാൻ ഉണ്ട്. അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും കപ്പിൾസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് വേണം എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഒരു പോളിസി എടുക്കുന്നത് മുതൽ ക്ലെയിം സെറ്റിൽമെന്റ് വരെ നമ്മൾ സപ്പോർട്ട് കൂടെ കാണും. 98% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള ഒരു കമ്പനിയാണ് നമ്മളെ കമ്പനി. ഓക്കെ.
അത്ര തന്നെ. പിന്നെ പ്രൊമോഷൻ പറയാനുണ്ട്. അപ്പോൾ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ഒരു പയ്യൻ്റെ പേര് വന്നിട്ട് റിഹാനാണ്. റിഹാൻ. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, സ്റ്റോപ്പ് സ്റ്റോറീസ് ആണ്. പുള്ളി ഇതുപോലെ കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണ്ടി പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ ആഡും ഇതുപോലെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെ ഇതുപോലെ എന്തെങ്കിലും വർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അറിയിച്ചാൽ മതി. ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ചെറിയ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ജീവിതത്തിൽ തീർന്ന് കട്ടൊക്കെ നിങ്ങൾ പറഞ്ഞില്ല. നീ ഡയലോഗ് മാറ്റി പറയാണ്. ആ പുതിയ ഡയലോഗ് ഇറക്കിയോ? ഇവളിപ്പോഴും പഴയ ഡയലോഗ് നിൽക്കുക. അവർക്ക് പഴയ ഡയലോഗ് ഈസി ആയിരിക്കും, പുതിയ ഡയലോഗ് പാടല്ലേ. ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ജീവിതത്തിൽ എന്ത് കഷ്ടം നഷ്ടം വന്നാലും കുറച്ച് നേരം സെഞ്ചി അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആവുക. മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. ഓക്കെ ബൈ ബൈ, സീ യു. സിനിമ ഉണ്ടോ ഷൂട്ടിംഗ്? ശരി, ഓക്കെ.